ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന 12-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 13 വരെയുള്ള തിരുവചനങ്ങൾ. യുഗാന്തം. അക്കാലത്ത് നിന്റെ ജനത്തിന്റെ ചുമതല വഹിക്കുന്ന മഹാപ്രഭുവായ മിഖായേൽ എഴുന്നേൽക്കും. ജനത രൂപം പ്രാപിച്ചതു മുതൽ ഇന്നേ വരെ സംഭവിച്ചിട്ടില്ലാത്ത കഷ്ടതകൾ അന്നുണ്ടാകും. എന്നാൽ ഗ്രന്ഥത്തിൽ പേരുള്ള നിന്റെ ജനം മുഴുവൻ രക്ഷപ്പെടും. ഭൂമിയിലെ പൊടിയിൽ ഉറങ്ങുന്ന അനേകർ ഉണരും. ചിലർ നിത്യജീവനായും ചിലർ ലജ്ജയ്ക്കും നിത്യനിന്ദയ്ക്കുമായും. ജ്ഞാനികൾ ആകാശവിധാനത്തിന്റെ പ്രഭ പോലെ തിളങ്ങും. അനേകരെ നീതിയിലേക്ക് നയിക്കുന്നവൻ നക്ഷത്രങ്ങളെ പോലെ എന്നുമെന്നും പ്രകാശിക്കും. ദാനിയേലേ, അവസാന ദിവസം വരെ വചനം രഹസ്യമായി സൂക്ഷിച്ച് ഗ്രന്ഥത്തിന് മുദ്രവയ്ക്കുക. അനേകർ അങ്ങുമിങ്ങും ഓടി നടക്കുകയും അറിവ് വർദ്ധിക്കുകയും ചെയ്യും. ദാനിയേലായ ഞാൻ നോക്കി, ഇതാ മറ്റു 2 പേർ, ഒരുവൻ അരൂപിയുടെ ഇക്കരെയും അപരൻ അക്കരെയും നിൽക്കുന്നു. അരൂപിയുടെ മുകൾ ഭാഗത്ത് നിന്ന ചണവസ്ത്രധാരിയോട് അവരിൽ ഒരുവൻ ചോദിച്ചു, ഈ അത്ഭുതങ്ങൾ അവസാനിക്കാൻ എത്ര കാലം വേണം? അരുവിയുടെ മുകൾ ഭാഗത്ത് നിന്നിരുന്ന ചണവസ്ത്രധാരി വലത്ത് കൈയും ഇടത്ത് കൈയും ആകാശത്തിന് നേരെ ഉയർത്തി എന്നേക്കും ജീവിക്കുന്നവന്റെ നാമത്തിൽ ആണയിടുന്നത് ഞാൻ കേട്ടു. അത് സമയങ്ങളും സമയത്തിൻ്റെ പകുതിയും വരെ തകർക്കാൻ കഴിയുമ്പോൾ ഇവ നിവൃത്തിയാകും. ഞാൻ കേട്ടെങ്കിലും എനിക്ക് മനസ്സിലായില്ല. അതുകൊണ്ട് ഞാൻ ചോദിച്ചു, പ്രഭോ, ഇതിൻ്റെ എല്ലാം പൊരുൾ എന്താണ്? അവൻ പറഞ്ഞു, ദാനിയേലേ, നീ നിന്റെ വഴിക്ക് പോവുക. ഈ വചനം അവസാന ദിനം വരേക്കും അടച്ച് മുദ്ര വച്ചതാണ്. അനേകർ തങ്ങളെ തന്നെ ശുദ്ധീകരിക്കുകയും നിർമ്മലരാക്കി വെണ്മയുറ്റവരാക്കുകയും ചെയ്യും. എന്നാൽ ദുഷ്ടർ ദുഷ്ടത പ്രവർത്തിക്കും. അവർ ഗ്രഹിക്കുകയില്ല. ജ്ഞാനികൾ ഗ്രഹിക്കും. നിരന്തര ദഹനബലി നിർത്തലാക്കുകയും വിനാശകരമായ മ്ലേച്ഛത പ്രതിഷ്ഠിക്കപ്പെടുകയുന്നതുമായ സമയം മുതൽ 1290 ദിവസമുണ്ടാകും. 1335 ദിവസം ഉറച്ചു നിൽക്കുന്നവൻ ഭാഗ്യവാൻ. എന്നാൽ നീ പോയി വിശ്രമിക്കുക. അവസാന ദിവസം നീ നിന്റെ അവകാശം സ്വീകരിക്കാൻ എഴുന്നേൽക്കും. ദൈവവചനമാണ് നാം വായിച്ചു കേട്ടത്. ദൈവത്തെ നമുക്ക് സ്തുതിക്കാം.